നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ സന്ദർശനം നടത്തി. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഉദ്യോഗസ്ഥരുടെ നിയമനം സംബന്ധിച്ചും ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തുന്നതിനാണ് മന്ത്രി എത്തിയത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ചെറിയ മെക്കാനിക്കൽ ട്രബിൾ വന്നു. അതിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നോക്കാനും അത്തരം സൗകര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഡെപ്യൂട്ടി DMO ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുവെ ഡോക്ടർമാരുടെ കുറച്ച് പേർക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, പുതിയ ആളുകൾ വരേണ്ടതുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു പുതിയ ബ്ലോക്കിലാണ്. ഈ ബ്ലോക്ക് മാത്രമല്ല, പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാര്യം പൊതുവിൽ പേഷ്യൻസിന് നമ്മുടെ ഇവിടുത്തെ രോഗികൾക്ക് 1500ഓളം രോഗികൾ OP വരുന്നൊരു വലിയ ആശുപത്രിയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുടെ കാര്യം അതൊക്കെ ഒന്ന് സംസാരിക്കാനാണ്. കുറച്ച് കാര്യങ്ങൾ ആളുകളെ കുറച്ചുകൂടി കൂടുതൽ ആളുകളെ ട്രാൻസ്ഫർ വഴിയും മറ്റും എടുക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഈ മെയിൻ്റനൻസിൻ്റെ കാര്യം ചെയ്യേണ്ട കാര്യം മുനിസിപ്പാലിറ്റിയിൽ കുറേ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യാവുന്ന മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞിട്ട് വന്നപ്പോൾ മീറ്റിങ്ങിൽ ഈ ശുചീകരണത്തിൻ്റെ ഒരു കാര്യം മന്ത്രി പ്രത്യേകം സൂചിപ്പിച്ച് പറഞ്ഞേക്കുന്നത് വീണ്ടും ആവർത്തിക്കപ്പെടും. കുറച്ച് പണി നടക്കുന്നുണ്ട്. നമ്മളിപ്പം ഞങ്ങൾ ജനകീയമായി തന്നെ ഒരു പരിപാടി ഇവിടെ ഇപ്പം എടുക്കുന്നുണ്ട്. ജനകീയമായി തന്നെ ഹോസ്പിറ്റലിലെ ഇവിടുത്തെ ഉത്തരവാദിത്വം ആശുപത്രിയും അധികാരികളെല്ലാം ചെയ്യണം. ഡെവലപ്മെൻറ്റ് സമിതിയൊക്കെ ഉണ്ട്. ജനകീയമായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഇടപെടാനായിട്ട് മുനിസിപ്പാലിറ്റിയും കൂടെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഇത്രയും പണി സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അതൊന്നും തീരുന്നവരെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്.